ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് സദ്യയ്ക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി അവിയൽ ഉണ്ടാക്കിയാലോ? നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അവിയലിലേക്ക് വേണ്ടത് കഷ്ണങ്ങളാണ്. അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചേന, കുമ്പളങ്ങ, മുരിങ്ങക്ക, മത്തങ്ങ, കായ, പയറ്, ക്യാരറ്റ്, വഴുതനങ്ങ, ഇതെല്ലാം ഇതുപോലെ ഒരേ നീളത്തിൽ ഒരേ വണ്ണത്തിൽ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യമായിട്ട് നമുക്ക് ചേനയ്ക്ക് വേവ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ചേന അടിയിലേക്ക് ഇടാം. അതിൻ്റെ മുകളിലായിട്ട് മറ്റ് കഷ്ണങ്ങൾ നിരത്തി വയ്ക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ധാരാളം കരിവേപ്പില, അതുപോലെ തന്നെ വെളിച്ചെണ്ണ, ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം, അടിവശം ചേർത്ത് ഇളക്കരുത്, ചേന അതിൻ്റെ അടിയിൽ കിടക്കുന്നതുകൊണ്ട് ഇളക്കരുത്. എന്നിട്ട് നമുക്ക് ഒരു ലേശം വെള്ളം അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് തടവിയതിന് ശേഷം അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് വെള്ളം വറ്റി ഒട്ടും ഉടഞ്ഞു പോകാതെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി അരപ്പ് ചേർക്കാം. അരപ്പിനായിട്ട് നമ്മളൊരു 6 പച്ചമുളകും, ഒരു 1/4 ടീസ്പൂൺ ജീരകവും, ഒരു തേങ്ങയുടെ ചിരകിയതും കൂടെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അരയ്ക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി, നല്ലതുപോലെ അരയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അരപ്പ് ചേർന്ന് വരാനായിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഇതിന് ശേഷം ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് തൈരാണ് ചേർക്കുന്നത്. സാധാരണ പലരും മാങ്ങ ചേർക്കാറുണ്ട്, ചിലർ പുളി ചേർക്കാറുണ്ട്. ഞാനിവിടെ പുളിക്കായിട്ട് തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ശരിയാവട്ടെ, അത് എന്നിട്ട് തൈര് ചേർക്കാം. ഇപ്പോൾ അരപ്പൊക്കെ നല്ലോണം ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ഒഴിക്കാം. പക്ഷേ തൈര് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചൂടോടെ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അത് പിരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ചൂടൊന്ന് താന്നതിന് ശേഷം നമുക്ക് തൈര് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ തണുത്ത് കഴിഞ്ഞു. നമുക്ക് ഇനി തൈര് ഒഴിക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ തൈര്, അത് അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ അവിയൽ റെഡിയായി കഴിഞ്ഞു. ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ വിളമ്പാൻ റെഡിയായിരിക്കും.